എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഇന്ന് ആഗ്രഹിക്കുന്നത് വൊക്കേഷണൽ ബേസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനാണ്. നമ്മളുടെ VHSCയുടെ 84 കോമ്പിനേഷൻസ്. ഇതിലെ ചില കോമ്പിനേഷൻസ് ഞാനൊന്ന് പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫാബ്രിക് ചെക്കർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫീൽഡ് ടെക്നീഷ്യൻ ആൻഡ് എയർ കണ്ടീഷണർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഗ്രാഫിക് ഡിസൈനർ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റ്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ. ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളുണ്ട്. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബേബി കെയർ ഗിവർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡയറി പ്രോസസ്സിംഗ് എക്യുപ്മെന്റ് ഓപ്പറേറ്റർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡെന്റൽ അസിസ്റ്റന്റ്. ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സുകളും VHSCയിൽ അവൈലബിൾ ആണ്. ഇനി മറ്റൊന്നാണ് നമ്മളുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ടൂറിസം. ഇങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ടൂർ ഗൈഡ്, ഇങ്ങനെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി കൊമേഴ്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ. ഇനി ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ് ആൻഡ് പബ്ലിഷിംഗ്. ഇനി അടുത്തത് ക്രാഫ്റ്റ് ബേക്കർ. ഈ കൊമേഴ്സിന്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ, ക്രാഫ്റ്റ് ബേക്കർ. ഇനി ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്സ്. ഈ കൊമേഴ്സിന്റെ കൂടെ, കൊമേഴ്സ് സബ്ജക്ട്സിന്റെ കൂടെ പ്ലസ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്. ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് VHSCയിൽ അവൈലബിൾ ആണ്. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ പല കുട്ടികളും ആഗ്രഹിക്കുന്നത് വൊക്കേഷണൽ ബേസ് ആയിട്ട് ചില കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. വൊക്കേഷണൽ ബേസ് ആയി പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു +2 എടുത്തതിന് ശേഷം അതിനുശേഷം ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു കരിയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. സോ നിങ്ങൾ +2 തന്നെ നിങ്ങൾ ഏത് കരിയറാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് VHSCയിൽ സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി +2 അവസാനിപ്പിച്ച് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള ഡിഗ്രി നമ്മൾ സെലക്ട് ചെയ്ത് ആ ഡിഗ്രിക്ക് പോയി ദെൻ ആ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. കുറച്ചും കൂടി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് +2 ലെവലിൽ തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.